അപ്പോൾ നമ്മൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ആ നാടകീയ രംഗം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. ജബ്രി കോംബോസ് ഇന്നത്തെ എപ്പിസോഡ് അതെല്ലാം തീർന്നിരിക്കുകയാണ്. പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗബ്രി ഇന്ന് ഔട്ടാവുന്ന കാര്യം. ഗബ്രിനെ കുറിച്ച് അത് കുറേ കറക്റ്റ് വീഡിയോ വന്നത് 9 മണിക്കുള്ള ഷോയിലായിരിക്കും. നമ്മൾ അതിനുള്ള ഹിൻസ് എല്ലാം തന്നിട്ടുണ്ടായിരുന്നു. ഗബ്രി തന്നെയായിരിക്കും ഔട്ടാവുന്നത്. പക്ഷേ നമ്മളെ കുറേ എക്സൈറ്റ്മെൻറ്റ് ചെയ്യിപ്പിക്കുന്ന കുറേ തരത്തിലുള്ള കാര്യങ്ങൾ ന്യൂസൊക്കെ കുറേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പതിവ് പോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗബ്രി ഔട്ടായിരിക്കുന്നു. ആദ്യം ലാലട്ടൻ പറഞ്ഞത് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 ഋഷി, അൻസിബ, ഗബ്രി, ജാസ്മിൻ 4 പേരെയാണ് ഏൽപ്പിച്ചത്. അവരുടെ അടുത്ത് അവരുടെ പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാനായിട്ട് അവരോരോ സ്ഥലത്ത് പോയി ഋഷി, അൻസിബ അവരെ പല കാര്യങ്ങൾ പറയണ്ടായിരുന്നു. നീ ഋഷി കുറേ സപ്പോർട്ട് ചെയ്യിപ്പിക്കണ്ടായിരുന്നു. നീ പോവില്ല, നീ ഇവിടെ തന്നെ ഇരിക്കും, പോവില്ല, കുറേ സപ്പോർട്ട് ചെയ്യണ്ടായിരുന്നു ഋഷി. ജാസ്മിനും ഗബ്രിയും അവർ തമ്മിലുള്ള ഇവിടുന്ന് പുറത്ത് പോയാൽ നമുക്ക് കാണണം, സംസാരിക്കണം, പഴയതുപോലെ തന്നെ എല്ലാം മിണ്ടണം, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ഗബ്രിയും ജാസ്മിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ടത്. അതിനുശേഷം അവരൊരു ഒരു വൗച്ചർ ഉണ്ടായിരുന്നു. ആ വൗച്ചർ സ്ക്രാച്ച് ചെയ്യുമ്പോൾ സേവ് ആയ ആൾക്കാരുടെ പേര് പറയും. അതിലേക്ക് നമ്മൾ വിചാരിച്ചു തന്നെ ഗബ്രി ഋഷിയും ആൻസിബയാണ് സേവ് ആയത്. അപ്പം പിന്നെ അവരെ കൊണ്ടുപോയി ഗബ്രീനും ജാസ്മിനും ഒരു ആക്ടിവിറ്റി റൂമിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് അവരുടെ പഴയ കാര്യങ്ങൾ വന്ന മുതലുള്ള അവരുടെ റൊമാൻസും അവരുടെ ഫ്രണ്ട്ഷിപ്പും പ്ലേയിങ് ഗെയിമും എല്ലാ ഫൈറ്റും എല്ലാ രീതിയിലുള്ള അവരൊരു ഓർമ്മ നെസ്റ്റാൾജിക് എന്ന് പറയില്ല, അതുപോലത്തെ ഒരു ചെയ്യിപ്പിച്ച് കാണിച്ച് അവരുടെ ഉള്ളിൽ ഒരു ഫീല് കൊണ്ടുവന്ന് ആ ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഹൈലൈറ്റ് കൊണ്ടുവന്നത് എന്നുവെച്ചാൽ TRP എന്ന് പറഞ്ഞാൽ ഇന്നത്തെ റേറ്റിംഗ് അമ്മാതിരി റേറ്റിംഗ് ആയിച്ചാൽ ഗബ്രി വെച്ച് ജാസ്മിൻ വെച്ച് ഇവന്മാർ നല്ല TRP ആണ് ഇന്ന് അടിച്ച് കയറ്റിയിരിക്കുന്നത്. അപ്പോൾ ബിഗ് ബോസ് അവിടെ ഉറപ്പായിട്ട് പറഞ്ഞ കാര്യമായിരുന്നു ഇതിൽ 2 പേരിൽ ഒരാൾ പോവും. ജാസ്മിൻ അപ്പം തന്നെ കരച്ചിൽ തുടങ്ങി. ഗബ്രി പിന്നെ സൈലൻ്റായിട്ട് ഇരിക്കുന്നത്, ഉള്ളിൽ വിഷമം ഉണ്ടായിരിക്കാം, സൈലൻ്റായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ തന്നെ ജാസ്മിൻ കറക്റ്റ് വിധിച്ചപ്പോൾ തന്നെ ഗബ്രി എവിക്റ്റഡ്. അപ്പം ജാസ്മിൻ്റെ നാടകീയ രംഗം അവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യണം. കരച്ചിലും ഭയങ്കര കരച്ചിലായിരുന്നു. നീ ഇല്ലാണ്ട് പറ്റൂല, നീ എനിക്ക് വേണം, ജീവനാണ്, തേനാണ്, വാപ്പയാണ്, ഉമ്മയാണെന്ന് പറഞ്ഞുള്ള ജാസ്മിൻ്റെ കരച്ചിൽ അവിടെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് ഗബ്രി ഒരു കൂസലും ഇല്ലാണ്ട് ഗബ്രി ഓക്കെയെന്ന് പറഞ്ഞ് ഗബ്രി പോയി. ജാസ്മിൻ്റെ ആണ് ഏറ്റവും രസം. എനിക്കൊരു ചിരി വന്നു കണ്ടപ്പോൾ തന്നെ. ഇനി എന്തായിരിക്കും മിക്കവാറും ബിഗ് ബോസിൻ്റെ ഗെയിം ചേഞ്ച് ആയതുകൊണ്ട് ഗബ്രി പോയി. ഇനി ജാസ്മിൻ്റെ കളി വേറെ കളിയായിരിക്കും. ബിഗ് ബോസിൻ്റെ മാറും, കളികളെല്ലാം മാറാൻ പോകണം. ഇതിനുള്ള ടാസ്ക്കെല്ലാം പുതിയ ടാസ്ക്കാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് ഇവർ പോയതെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.